ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പപ്പായയുടെ ഒരു മെഴുക്ക് പറ്റി ഉണ്ടാക്കുന്നതാണ് ഇന്ന് വീഡിയോയിലിട്ടുള്ള റെസിപ്പി. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാട്ടോ അത്. അതിന് വേണ്ടിയിട്ട് ഇത്രയും വലുപ്പത്തിലുള്ളൊരു പപ്പായയാണ് എടുത്തിട്ടുള്ളത്. ഞങ്ങളിവിടെ കർമൂസ എന്ന് പറയട്ടോ അതിന്. പിന്നെ ചിലർക്ക് ഇത് അറിയാത്തതിനെ കൊണ്ടാണ് ഞാൻ ഈ പപ്പായ എന്ന് പറയുന്നത്. പിന്നെ വേറെ ചില സ്ഥലങ്ങളിൽ കപ്പളങ്ങയെന്നും ഓമയ്ക്കാന്നൊക്കെ പറഞ്ഞു കേൾക്കലുണ്ടേ. അത് ഇതുപോലെയാണ് കേട്ടോ കഷ്ണാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുള്ളത്. ഇനി നീളത്തിൽ വേണമെങ്കിൽ അങ്ങനെ മുറിക്കുക. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. ഈ പപ്പായ കഴുകിയെടുത്തിട്ടുണ്ട്, അതവിടെ നിൽക്കട്ടെ. ഇനി മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ തുടങ്ങുക. അതിനൊരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണ് കടുക് വന്നിട്ട് പൊട്ടിക്കുക. ഇപ്പം കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഒരു 8-10 ചെറിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞതാണ് അതിലിട്ട് കൊടുക്കുക. 4-5 വെളുത്തുള്ളി അല്ലി അരിഞ്ഞതും അതിലിട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വല്ലാതെ മൂത്തിട്ട് ബ്രൗൺ കളർ ആകുമൊന്നും വേണ്ട, ഒന്ന് നല്ലോണം വഴണ്ടി കിട്ടിയാൽ മതി. ഇപ്പം ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി 2 പച്ചമുളക് അരിഞ്ഞത് അതിലിട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കറിവേപ്പില ഒരു 5-10 മിനിറ്റ് മഞ്ഞപ്പൊടി വെള്ളത്തിലോ പുളിവെള്ളത്തിലോ ഇട്ട് വെച്ചിട്ട് ഒരു 5-6 പ്രാവശ്യം കഴുകിയതിന് ശേഷം വേണം കേട്ടോ എടുക്കാൻ. അങ്ങനെ എടുത്തതാണിത്. ഇപ്പോൾ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി മുറിച്ച് വെച്ച പപ്പായ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിൽ ഒരു 1/4 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണ് ഉപ്പ്, ഇതൊക്കെ കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. നമ്മുടെ പറമ്പിൽ വലിയ പരിചരണമൊന്നുമില്ലാതെ ഇഷ്ടംപോലെ ഉണ്ടാവുന്ന ഒരു പച്ചക്കറി വിളയാണ് പപ്പായ. പപ്പായേൻ്റെ ഇലയ്ക്ക് വരെ ഔഷധ ഗുണമുണ്ട്. പപ്പായ ഒരു സൗന്ദര്യവർദ്ധക വസ്തു കൂടിയാണ്. പിന്നെ കൂടാതെ ഔഷധിയുമാണ്. ഡെങ്കിപ്പനി ഉണ്ടായിരുന്ന സമയത്ത് പിഞ്ച് പപ്പായ ഉപ്പിടാതെ വേവിച്ച് കഴിക്കുകയൊക്കെ ചെയ്തീനല്ലോ. ഇനി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 1/2 കപ്പ്, ഇതുപോലത്തെ കപ്പിന് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. വെള്ളം കൂടി പോകരുത് കേട്ടോ, അല്ലാതെ വെന്തലിഞ്ഞ് പോവും. ഡ്രൈ ആയി കിട്ടണമെങ്കിൽ വെള്ളം കുറവായിട്ട് സിമ്മിലിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കുക. ഇനിയൊക്കെ ഇളക്കി യോജിപ്പിച്ച് ഇതുപോലെ ഒന്ന് കൂട്ടി വെച്ചിട്ട് മൂടി എടുത്തിട്ട് അടച്ച് വയ്ക്കുക. ഒരു 8 മിനിറ്റോളമായിട്ടുണ്ട്. മൂടി ഒന്ന് തുറന്ന് നോക്കുക. ഇനി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ആ വെള്ളം ഒഴിച്ചതൊക്കെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഒരു കഷ്ണം എടുത്തൊന്ന് കൈ കൊണ്ട് ഇങ്ങനെ അമർത്തി വെക്കുക. ഒന്നും കൂടി വെന്തിട്ട് സോഫ്റ്റ് ആവാണ്ട് ഒരു 2-3 മിനിറ്റ് നേരത്തെ വേവും കൂടി ഉണ്ട്. ഒന്നും കൂടി ഇതുപോലെ കൂട്ടി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കുക. മൂടി തുറന്ന് വെക്കുക. ഇപ്പോൾ നല്ലോണം വെള്ളമൊക്കെ വറ്റിയിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇളക്കിയിട്ട് ആ വെള്ളമയമൊക്കെ ഒന്നും കൂടി ഡ്രൈ ആക്കി എടുക്കുക. പപ്പായ വെച്ചിട്ടുള്ള 3-4 വിഭവങ്ങൾ ഇതിൻ്റെ മുൻപേ ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. പഴുത്ത പപ്പായ കൊണ്ട് സോപ്പ് ഉണ്ടാക്കുന്നതും വീഡിയോയിൽ കാട്ടിയിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ വെള്ളത്തിൻ്റെ അംശമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫാക്കുക. അങ്ങനെ അടിപൊളി ടേസ്റ്റിൽ പപ്പായ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാത്രത്തിലേക്ക് കോരി മാറ്റുക. കാശ്മീരി മുളക് പൊടി ഇട്ടെടുത്തതിനെ കൊണ്ടാണ് കേട്ടോ ഇങ്ങനത്തെ കളറ്. തീരെ എരിവൊന്നുമില്ല കേട്ടോ അത്. അപ്പോൾ ഇനി പപ്പായ കിട്ടുന്ന സമയത്ത് ഇതുപോലൊരു മെഴുക്ക് പുരട്ടി എല്ലാവരും ഉണ്ടാക്കി നോക്കുകൊണ്ടു. ഇത് മാത്രം മതി ചോറുണ്ണാനായിട്ട്. ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ. കമൻറ്റ് എഴുതി അറിയിക്കണേ.